തർക്കങ്ങൾക്കൊടുക്കം ഇരവിപുരത്ത് RSPക്ക് സ്ഥാനാർത്ഥിയായിരിക്കുന്നു. RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹനാണ് സ്ഥാനാർത്ഥി. NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തികിനെയും MS ഗോപകുമാറിനെയും തള്ളിയാണ് വിഷ്ണു മോഹന്റെ പേരുയർന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, ഒരു അനുനയ നീക്കം എന്ന രീതിയിലായിരുന്നു വിഷ്ണു മോഹന്റെ പേര് ഉയർന്നു കേട്ടിരുന്ന ഒടുക്കം വിഷ്ണുവിലേക്ക് തന്നെ എത്തിയത് എങ്ങനെയാണ്? വലിയ തർക്കം RSPയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സൈഫുദ്ദീൻ നേരത്തെ തന്നെ 2 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുത്തു. എന്നാൽ ഇരവിപുരത്തിന്റെ കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ ഏതാണ്ട് 2 ആഴ്ച മുതൽ തന്നെ തർക്കം നിലനിൽക്കുന്നു. ഒരു വിഭാഗം ആവശ്യപ്പെട്ടത് NK പ്രേമചന്ദ്രൻ NDയുടെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള പാർട്ടിയിൽ ഒരു വിഭാഗം അതിനെ പൂർണ്ണമായി എതിർത്തു. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് കാർത്തിക് പ്രേമചന്ദ്രനെ മത്സര സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കം RSPയിൽ ഒരു വിഭാഗം നടത്തിയത്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നപ്പോഴും അതേ രീതിയിലുള്ള തർക്കങ്ങൾ തന്നെ ഉടലെടുത്തു. ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രൻ വിഭാഗവും 2 തട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ സമവായ സ്ഥാനാർത്ഥിയായിട്ടാണ് തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ച അപ്പോൾ കൊല്ലം ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. RYFന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് നിലവിൽ വിഷ്ണു മോഹൻ. ഇന്നത്തെ രാവിലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരാധീനനായാണ് NK പ്രേമചന്ദ്രൻ സംസാരിച്ചത്. തന്റെ മകൻ സ്ഥാനാർത്ഥിയല്ലെന്ന് പറയാൻ ASCസിനെ ചുമതലപ്പെടുത്തിയത് ആരാണ്? മകനെ വളരെ മോശമായ രീതിയിലാണ് NK പ്രേമചന്ദ്രൻ എന്റെ മകനെ കുറിച്ച് ASCS സംസാരിച്ചത് എന്നുകൂടി അതിനകത്ത് അഭിപ്രായം ഉയർന്നു വന്നു. തനിക്ക് ഏറെ വിഷമം ഉണ്ടാക്കി ഈ വിഷയം എന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഒടുവിൽ ഷിബു ബേബി ജോൺ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിൽ ആ വിഷയത്തിലേക്ക് കടന്നില്ല. കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് ഉയർന്നപ്പോൾ ചിലർ മൗനം പാലിച്ചു. ജയസാധ്യതയുള്ള ചവറ മണ്ഡലത്തിൽ വിഷ്ണു മോഹനിലേക്ക് എത്തുന്നുണ്ടെങ്കിലും തർക്കവും അസ്വാരസ്യവും ഇപ്പോഴും പൂർണ്ണമായും തീർന്നിട്ടില്ല എന്ന് അല്ലേ? അത് ഇനി അതിനകത്ത് ഏറ്റവും വലിയ തലവേദനയായിട്ട് നേതൃത്വത്തിന് മുന്നിൽ നിൽക്കുന്ന കാര്യം സൈഫുദ്ദീൻ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗവും RSPയിലെ ഒരു വിഭാഗവുമാണ് കാർത്തികിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. RSPയിൽ തന്നെയുള്ള ഇരവിപുരത്തുള്ള ഒരു വിഭാഗം അതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഈ 2 കൂട്ടരെ ഒരുമിച്ച് കൊണ്ടുപോവുക തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വലിയ വെല്ലുവിളി RSP നേതൃത്വത്തിന് ഉണ്ട്. അത് പ്രത്യേക യോഗം വിളിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായമാണ് നേതൃത്വത്തിൽ ഒരു വിഭാഗം തന്നെ പങ്കുവെക്കുന്നത്. സൈഫുദ്ദീൻ, ഇരവിപുരത്ത് ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ വലിയ തർക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ RSPക്കകത്തുണ്ടായിരുന്നത്. ഒരു പരിഹാര നീക്കം എന്ന രീതിയിലായിരുന്നു അഡ്വക്കേറ്റ് വിഷ്ണു മോഹന്റെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ വിഷ്ണുവിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെയെങ്കിൽ തർക്കം പൂർണ്ണമായും തീർന്നു. അതല്ല, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം തർക്കം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുമോ എന്നതുകൂടി കണ്ടറിയണം.